قال النبي صلى الله عليه وسلم من صلى العشاء في جماعة فكأنما قام نصف الليل ഒരാൾ ഇശാ നിസ്കാരം ജമാഅത്തായി കൊണ്ട് നിർവഹിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ രാത്രിയുടെ പകുതി വരെയും അവൻ സുന്നത്ത് നിസ്കരിച്ചവനെ പോലെയാണ്. രാത്രി പകുതി സമയം സുന്നത്ത് നിസ്കരിച്ചവനെ പോലെയാണ് ഇശാ നിസ്കാരം ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ. വമൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഒരാൾ സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ, ജമാഅത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തുള്ള ജമാഅത്ത് അത് സുബ്ഹി നിസ്കാരമാണ്. വഖുർആനൽ ഫജ്രി ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞു അൽ മുറാദു സ്വലാത്തു സുബ്ഹ്, സുബ്ഹി നിസ്കാരമാണ് ഉദ്ദേശം. തശ്ഹദുഹാ മലായികത്തുൽ ലൈൽ വ മലായികത്തുൻ നഹാർ. രാത്രിയുള്ള മലക്കുകളും പകലുള്ള മലക്കുകളും രണ്ടും ഒരുമിച്ച് കൂടുന്ന ഒരു ജമാഅത്ത് അത് സുബ്ഹി നിസ്കാരമാണ്. സുബ്ഹി ജമാഅത്തിൽ രണ്ട് വിഭാഗം മലക്കുകളുണ്ട്. രാത്രി ഡ്യൂട്ടിക്ക് വന്ന മലക്കുകളും പകലിൽ ഡ്യൂട്ടിക്ക് വന്ന മലക്കുകളും രണ്ടുപേരും ഒരുമിച്ച് കൂടുന്ന ജമാഅത്താണ് സുബ്ഹി നിസ്കാരം. അതുകൊണ്ട് തന്നെ സുബ്ഹി നിസ്കാരത്തിന്റെ ജമാഅത്തിൽ ഒരാൾ പങ്കെടുത്താൽ, ഒരാൾ സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലഹു, രാത്രി മുഴുവനും അവൻ സുന്നത്ത് നിസ്കരിച്ചവനെ പോലെയാണ്. രാത്രി ഫുൾ സമയം നിൽക്കാതെ സുന്നത്ത് നിസ്കരിച്ചവനെ പോലെയാണ് സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചവനെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ഖൽ സ്വലാത്തി അലൽ മുനാഫിഖീന, കപട വിശ്വാസികൾക്ക് ഏറ്റവും പ്രയാസമുള്ള വലിയ ഭാരമുള്ള നിസ്കാരം ഏതാണ്? അത് രണ്ട് നിസ്കാരമാ. ഒന്ന് സ്വലാത്തുൽ ഇശാ, ഇശാ നിസ്കാരമാണ്. മറ്റൊന്ന് സ്വലാത്തുൽ ഫജ്ർ, സുബ്ഹി നിസ്കാരമാണ്. ഇത് രണ്ടും കപട വിശ്വാസികൾക്ക് വലിയ ഭാരമാണ്, പ്രയാസമാണ്. അല്ലാഹുവിന്റെ ഹബീബ് എന്നിട്ട് പറയുന്നു വലോ യഅലമൂന മാ ഫീഹിമാ, സുബ്ഹി നിസ്കാരത്തിലും ഇശാ നിസ്കാരത്തിലും ഉള്ളതെങ്ങാനും അവർ അറിയുകയാണെങ്കിൽ, ആ രണ്ട് നിസ്കാരങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന മഹത്വം അവർ അറിയുകയാണെങ്കിൽ, ലാ തൗഹുമാ വലൗ ഹബ്വാ, അവർക്ക് നടക്കാൻ കഴിയില്ലെങ്കിലോ, അവർ ഇയഞ്ഞ് നീങ്ങിക്കൊണ്ടെങ്കിലോ ആ സുബ്ഹിയുടെയും ഇശാഇന്റെയും ജമാഅത്തിൽ അവർ പങ്കെടുക്കുമായിരുന്നു. നടക്കാൻ കഴിയാത്ത ആളാണെങ്കിലും ആ സുബ്ഹിന്റെയും ഇശാഇന്റെയും ജമാഅത്തിന്റെ മഹത്വം അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഇയഞ്ഞ്